ഇത് റോഷനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കും. ഇത് പൊങ്ങോ? ഞാനും സൈബിയും ആരെ കൊണ്ട് പിടിപ്പിക്കും? 2 ബംഗാളികളെ കൂടി വിളിക്കേണ്ടി വരും കേട്ടോ, ഇത് പൊക്കാൻ വേണ്ടിട്ടില്ല. ബ്രൈഡന്റെ ഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ വില കൂടിയ ഡ്രസ് മേടിക്കണമെന്നൊന്നുമില്ല. ഒന്നുമില്ല. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താണ് മോളെ? ഡ്രസ് എടുക്കാൻ പോവാ. കല്യാണ പെണ്ണ്. ഞാനൊരു പാട്ടുണ്ടാക്കി. ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ്, സിംഗി ആൻഡ് റോഷു, ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് കേട്ടോ. അതായത് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കല്യാണത്തിന്, കല്യാണ പെണ്ണിനുള്ള. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് അർച്ചനയും കൂടി കൂട്ടണല്ലേ, നമ്മൾ മാത്രമല്ല അർച്ചനയും പിക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോ എന്താണ്, ചെറിയൊരു ബജിക്കട ഉണ്ട്, കുറച്ച് ബജി കഴിച്ചിട്ട് പോവാ. എന്തായാലും ഇവിടെ എത്താനും ടൈം എടുക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11 മണിക്ക് ആരാണല്ലേ പരിപ്പുവടയും ഉള്ളിവട കഴിക്കുക? വെള്ളം കുടിക്കിട്ട് എടുത്ത പരിപ്പുവട ഉള്ളിവട. ഓക്കെ, നമ്മൾ ഈ വരിയിലുണ്ടിട്ടാ, ലേറ്റ് ആക്കല്ലട്ടാ. സമയമില്ല. ആ, ഇപ്പത് ഞമ്മളെ കുറ്റായി. ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിക്കണം പറഞ്ഞ സമയത്ത്. ആ, ഓക്കെ. തേങ്ങ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് കൊണ്ടുവരണ്ടായി. ചെടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കണ്ടോ, ഇതാണ് നമ്മൾ അർഷ പറഞ്ഞ ഉത്തരവാദിത്തത്തിന്റെ പീക്ക. ഉത്തരവാദിത്തത്തിന് വേറൊരു പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് അർഷയാണ്. അപ്പൊ അർഷ കൊണ്ടുവന്ന സാധനങ്ങളാ. മിന്റ് കൊണ്ടുവന്ന എന്തൊക്കെയാണ്? ബിസ് മുട്ടായി കൊണ്ടുവന്ന. ഇത് പിടിക്കും, ക്യാമറ പിടിക്കണേ. എന്താണ് അതില് സൈബ? കത്തലറ്റ്. പിന്നെ ഈ എന്തൊക്കെ കവറിൽ കൊണ്ടുവന്നല്ലോ അവിടെ? ചെടി. കുറച്ച് ചെടികൾ ഡെക്കറേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാക്കണം. റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സർപ്രൈസ് ആണ്. എന്താണ്? ഉണ്ട്. അങ്ങനെ നമ്മളിതാ ലേഡീസ് പ്ലാനറ്റിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹായ്, വെൽക്കം സർ. നൗഷാക്കിനോട് നമ്മളിതാ പെട്ടെന്നാണ് കേട്ടോ കാര്യങ്ങൾ. ഇതാ നൗഷാക്ക, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, അപ്പൊ 2 ദിവസമുള്ളൂ 3 ദിവസമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നൗഷാക്ക പറഞ്ഞു ഒരു പേരും പേടിക്കണമെങ്കിൽ വേറെ ഒന്നും പറയണ്ട, എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി എന്നാ എന്നോ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അല്ലേ? അതെ, ടീമൊക്കെ റെഡി അവിടെ. ഓക്കെ അല്ലേ? സാധനങ്ങളും റെഡി അല്ലേ? എന്നാ വരി. എവിടെ നമ്മൾ ഇവിടെയാണോ? പോയിട്ട് അങ്ങനെയൊക്കെ പോവാല്ലേ? മറ്റേ മുകളിലത്തെ ഫ്ലോറിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. ആണ് ട്രയൽ ചെയ്തല്ലേ? ഓക്കെ, വരി. നൗഷാക്ക മണവാട്ടി ആക്കിനവള് മണവാട്ടിയായിട്ടുണ്ട്. ഞാൻ ആക്കൂലേ? ഇത് കംപ്ലീറ്റ് സർദോസി ടച്ചാണ്. 2 ഷോൾ വരുന്നത് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ഷോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ഷോൾ ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? സിംഗിൾ ഷോൾ ആണല്ലേ? നീ സിമ്പിൾ അല്ല ഉദ്ദേശിച്ചേ? ഡബിൾ ലെയർ വേണമെങ്കിൽ ഷോൾ ചെയ്യാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ഈ ലെയർ കൂടി ഇട്ടിട്ട്. ഇവരെല്ലാരും കല്യാണത്തിന്റെ ആൾക്കാരാ? ആൾക്കാരല്ലേ? എങ്ങനെയുണ്ട് ദീപ? എങ്ങനെയുണ്ട്? ഇത് അഞ്ജു കൃഷ്ണ അശോകാണ്. ഹായ്. ഒരുപാട് മൂവി ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാൻ വന്നതാണ്. ആണല്ലേ? ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഷെയ്ഡാണ്. വർക്കുകളൊക്കെ ഉള്ളല്ലേ? 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ചെയ്ത മൂവി അഞ്ജു പറഞ്ഞു. എനിക്ക് വയ്യ. ഞങ്ങൾ കല്യാണമായി, റിസപ്ഷൻ ലുക്കാണ് കാണിക്കുന്നത്. അതെ, നമ്മളും കല്യാണമായി. പക്ഷെ തുടങ്ങുന്നേ ഉള്ളൂ. അതെ, നമ്മള് കല്യാണമായി, നിക്കാഹ് കഴിഞ്ഞ് ഇനിയൊരു കൂട്ടിക്കൊണ്ടല്ലേ, അത് കഴിഞ്ഞാൽ വേറൊരു പരിപാടി. അപ്പൊ ഇതൊരു
അല്ലാത്ത പരിപാടിന്റെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. This is nice actually. നല്ല രസമുണ്ട്. മേക്കപ്പ് മിനിമൽ മേക്കപ്പ് ചെയ്താൽ മതി, നന്നാവും. വേറെ ട്രൈ ചെയ്യാം. 2-3 നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? 4-5 അതെ അതെ, ഒന്നും നോക്കണ്ട, റൗണ്ട് കഴിഞ്ഞ വീഡിയോ വരുള്ളൂ. ഓ, ഇതിന്റെ ഹൈലൈറ്റിംഗ് ഈ ദുപ്പട്ടയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഈ ഹോപ്പ് ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ സ്റ്റാർട്ടിംഗ്. ഓക്കെ ഓക്കെ. ഇതിനെപ്പറ്റി വലിയ ധാരണ എനിക്കില്ലാന്നുണ്ടെങ്കിലും കണ്ട രസമുണ്ട്. അതെ. ഞാനിപ്പോ എന്താ അവസ്ഥ? എനിക്ക് നല്ല ഇഷ്ടായി. പിന്നെ ഇത് ഒന്ന് നമുക്ക് ഫിക്സ് ആക്കാം. പിന്നെ വേറെ നോക്കിയിട്ട് വേറെ ഇട്ട് നോക്കുകയാണെങ്കിൽ നോക്കാം. മിനിമൽ പാറ്റേൺ നമുക്ക് പോവാം. പോവാം. മൈൻഡിലുള്ള ഒരു കളറായിരുന്നല്ലോ. അതെ. നമുക്ക് കളേഴ്സ് മാറ്റാം. എന്താ നിനക്കെന്താ തോന്നുന്നത്? എനിക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ഓക്കെ, ഇനിയിപ്പോ ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ ഇനി നോക്കി നോക്കാം. പക്ഷെ നമുക്ക് അടുത്ത കൂടി ഒന്ന് നോക്കിയാലോ? ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നൗഷാക്ക് അതാ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ നൗഷാക്ക. ജെന്യൂൻ ആയിട്ട് പറയണം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് നമ്മൾ പറയണം. നമ്മൾ ഡിസൈനോട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പറയണം. ചില സമയത്ത് ഞങ്ങൾ ക്ലയന്റിനോട് തിരിച്ചും പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് ചേരില്ല കേട്ടോ. അതിൽ ബിസിനസ് മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആ ബ്രൈഡിനെ ഹാപ്പി ആവണം. അതിന്റെ പിങ്കിലാണ്. പക്ഷെ ഇതെന്താ പറയുക, ഇത് വെൽവെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആണ്. നമ്മുടെ വെൽവെറ്റ് സീരീസിന്റെ പാർട്ടാണ്. ഒരു ദുപ്പട്ട ഇതുപോലെ നമ്മൾ ഇതിന്റെ വെൽവെറ്റ് വരുന്നുണ്ട്. ഇതിന്റെ 2 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഒരു ഗോൾഡൻ, ബ്യൂട്ടിഫുൾ വർക്കാണ്. ആ ബ്രൈഡ് അത് സ്റ്റൈൽ ചെയ്ത് വരണം. അതാണ് അതിന്റെ അത് രസം കിട്ടും നമുക്ക് അല്ലേ? ചില ഇങ്ങനെ ഹെവി വർക്ക്സ് എന്താ റോഷൻ, ഈ ഹെവി വർക്ക്സ് നമ്മൾ ടേബിൾ കാണിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാൻ നിറയെ വർക്ക് ഉണ്ടാവും. ആ കൈൻഡ് ഓഫ് ലാൻഡ് നോർമൽ അവൈലബിലിറ്റി ആണ്. നമുക്ക് എല്ലാ സ്റ്റോറിലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വരണ്ട അങ്ങനത്തെ സാധനം മേടിക്കാൻ. നമുക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഉണ്ട്. അത് സിമ്പിൾ ബ്രൈഡ് ഇട്ടാൽ തന്നെ അതിന്റെ മാറ്റം കാണാൻ പറ്റും. അടിപൊളിയായിരിക്കും. അടുത്തത് അല്ല പറയാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, എനിക്കിപ്പോ ഇത് കൺഫ്യൂഷൻ ആയല്ലോ. എനിക്ക് എല്ലാത്തിലും കണ്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷെ ഇട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നാ അവിടെ കയറി നോക്കിയാ, ലൈറ്റിലേക്ക് പോയി നോക്കിയാ. നമുക്ക് വേണമെങ്കിൽ നമ്മളെ ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസിന്റെ കയ്യിൽ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അഭിപ്രായം ചോദിക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു കളർ കൊള്ളാട്ടത്. ഇതാണ് മോളെ സഭ്യസാച്ചിന്റെ സാധനമൊക്കെയാണ്. നേരത്തെ കാണിച്ചത് നമുക്ക് ഗോൾഡൻ എംബിളിഷ്മെന്റ് ആയിരുന്നു. ഇതിനകത്ത് കംപ്ലീറ്റ്ലി സിൽവർ എംബിളിഷ്മെന്റ് ആണ്. ഗോൾഡ് ഇതിനകത്തോട്ട് പോവില്ല. യു കെൻ യൂസ് സംതിങ് മൾട്ടി കളർ ജ്വല്ലറി അല്ലെങ്കിൽ ഡയമണ്ട് കൈൻഡ് ഓഫ് നല്ല ബ്ലെൻഡ് ആയിട്ട് മിനിമൽ ജ്വല്ലറി ആണ്. ഈ സഭ്യസാച്ചിന്റെ പ്രിന്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് അത്ര പൈസ നമുക്ക് പോലല്ലോ അല്ലേ? അതെ 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 അതെ. ഞങ്ങൾ അത്രക്കാരനെ സ്റ്റൈൽ ചെയ്യുന്നിടത്താണ് ബ്രൈഡിന്റെ കാര്യം. ബ്രൈഡിന്റെ ഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ വില കൂടിയ ഡ്രസ്സ് മേടിക്കണമെന്നൊന്നുമില്ല. മിനിമൽ ഡ്രസ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഏത് ഡിസൈനറുടെ കയ്യിലാണ് നിങ്ങളെ കിട്ടുന്നു ബ്രൈഡിനെ, അതിനനുസരിച്ചിരിക്കും. അതിന്റെ സ്റ്റൈലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു 50% ചാൻസ് ഉള്ളു നമുക്ക് കോസ്റ്റ്യൂമിന്. ബാക്കി അതിന് മേക്ക് ഓവറും ജ്വല്ലറിയും ചൂസ് ചെയ്യുന്നില്ല. നിർഭാഗ്യവശാൽ നമ്മൾ ബ്രൈഡ്സ് ഒക്കെ വലിയ വലിയ ജ്വല്ലറി വിറ്റ് കാണാറൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു സിമ്പിൾ ജ്വല്ലറി, സിമ്പിൾ വർക്ക് തന്നെ ധാരാളമാണ്. ഇതെന്താ പ്രത്യേകത, ലൈലാക് ഷെയ്ഡിലാണ്. പക്ഷേ ഇതിനകത്ത് കഡ്ബീഡ് തീരെ യൂസ് ചെയ്തില്ല. ടെക്നിക്കലായിട്ട് കുറച്ച് പറയുന്നത് ഫുള്ളി ജർദോസി വർക്കാണ് ചെയ്തിട്ടുള്ളത്. അത്ര സിമ്പിൾ അല്ല. പ്രൈസ് ഓൾസോ കുറച്ച് ടൈപ്പുള്ള പ്യൂർ ജർദോസി വർക്കുകളാണ്. നമുക്കിത് എന്തായാലും ട്രൈ ചെയ്യാം. മറിയ, ഇതൊരു വേറെ ടൈപ്പ് ഉണ്ട് അല്ലേ? സിമ്പിള് ആണ്. ലെഹങ്ക അല്ലേ പാകിസ്ഥാനി മോഡലാണ്. പാകിസ്ഥാനി മോഡലാന്ന് തോന്നുന്നില്ല. പാകിസ്ഥാനി വർക്ക് തന്നെയാണ്. ജെന്യൂൻ ട്രഡീഷണൽ പാകിസ്ഥാനി വർക്കാണ് ഇതിനകത്ത്. ഷൈനിങ് ഉണ്ടാവില്ല എന്നുള്ളൂ. മ്യൂട്ടാണ്. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, എക്സ്പെൻസീവ് ആണ്. അതിന്റെ ടൈമാണ് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഹാൻഡ് വർക്കാ? ഫുള്ളി ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്കാണ്. ഫാബ്രിക് നമ്മൾ ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളാം. എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? നന്നായിട്ടുണ്ട്. എല്ലാത്തിനും അങ്ങനെ പറയുമോ? അല്ലെങ്കിൽ അല്ല, നല്ലതിന് നല്ലത് പറയുള്ളൂ. അതെ 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 അതെ. ഈ ഇട്ടയിലൊക്കെ ഏതാന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങളെ സജഷൻസ് എടുക്കണം. ഇപ്പൊ കഴിഞ്ഞതിൽ കുറെ ആൾക്കാര് ലെഹങ്കയും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സാധനം നിങ്ങൾ ചൂസ് ചെയ്യും. കസ്റ്റമർ ഓഡിയൻസ് അല്ല സോറി നമ്മുടെ ഓഡിയൻസ് ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അവരൊന്ന് പറഞ്ഞു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ പാകിസ്ഥാനി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ എന്തായാലും നിങ്ങളും കൂടി ഒന്ന് പറയണം, താഴെ കമന്റിൽ പറയണം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ് അല്ലേ നൗഷാക്ക? അതെ നൗഷാക്ക, നിങ്ങൾ കുറെ കാണിച്ചു തരുമ്പോ കൺഫ്യൂഷൻ ആവണം കേട്ടോ. അല്ല ഇത് നിങ്ങൾക്ക് വലിയ ഹെവി ഇത് കണ്ടില്ലേ? ഓ ഇത് ബ്ലൗസ് സെപ്പറേറ്റ് നൗഷാക്ക, നമുക്ക് ഇത് റിസപ്ഷൻ ഇങ്ങനത്തെ ഒരു ടൈപ്പുകൾ ഡിസൈൻ ചെയ്ത് തരണം നമുക്ക് ചെയ്യാം അല്ലേ? നമ്മളിങ്ങനെ നിന്നാ മതി. അതെ അതെ ഇത് നമുക്ക് ഈ ട്രയൽ അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂടെ ആളുകൾ വേണം. അതെ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മൾ ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഡ്രസ്സ് എങ്ങനെ നമുക്ക് വെഡിങ്ങിലേക്ക് മാനേജ് ചെയ്യാന്നുള്ളത്. അത് മാനേജ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ രണ്ടാളെ കൂലിക്ക് വിളിക്കണം. കൂലിക്ക് വിളിക്കാനും പറയുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവന്റ് ഒക്കെ ചെയ്യുന്ന പിള്ളേരൊക്കെ നല്ല പിള്ളേർ ഈ ട്രയൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്താം. അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ബ്രൈഡിന് എങ്ങോട്ട് വേണം പോവാം. അതെ അതെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാളെ കിട്ടില്ല ഓൾ എന്നെ കൊണ്ട് ഇത് പിടിപ്പിക്കും ചെയ്യും. അതെ അതെ, അപ്പൊ ഞാനും കൂടി ഒന്ന് ചിന്തിക്കണം. പക്ഷെ ഇത് നൈസാണ്, എനിക്കിഷ്ടമായി. പ്രയാസമൊന്നുമില്ല. ഒരു കപ്പ് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കുടിക്കുക കഴിച്ചതിന് ശേഷം അതെ അങ്ങനെ കയറി നിന്നതിന്റെ ഉള്ളിലോട്ട് അതെ ശരിയായിക്കോളും. അതെ കുഴപ്പമൊന്നുമില്ല. അതെ ഫുൾ ഇവരൊക്കെ ഡിസൈനേഴ്സാ അല്ലേ? പേരെന്താ? കാർത്തിക. എത്ര ആൾക്കാരുണ്ട് ഇവിടെ? കുറെ ഡിസൈനേഴ്സ് ഉണ്ട്. അതാണല്ലോ കുറെ ഡിസൈനുകളും ഇവിടെ ഉള്ളത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ആളുകൾ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഡിസൈനേഴ്സ് വേണം. അതെ, അത് മാത്രല്ല കേട്ടോ, അറ്റ് എ ടൈമില് അവിടെ ബ്രൈഡ് ഉണ്ട്, അപ്പുറത്ത് ബ്രൈഡ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ബ്രൈഡ് ഉണ്ട്, മാനേജ് ചെയ്യണല്ലോ. അതെ, ഇത് കണ്ടില്ലേ? അതെ ആ നോക്കി അർച്ച ചെല്ല്. ഏയ് കൊള്ളാട്ടോ. നോക്ക് മറിയാതൊക്കെല്ലേ അർച്ച, സെറ്റല്ലേ? ഇത് ഇനി എന്താ ആലോചിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മളെ വീട്ടിലേക്ക് എങ്ങനെ പിടിച്ചോണ്ടോ? ഇത് റോഷനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കും, റോഷൻ അതും പിടിച്ച് ബാക്കിൽ നടക്കും. യെസ് ദാ സൈബ അത് പൊങ്ങോ? ഞാനും സൈബിയും ആരെ കൊണ്ട് പിടിപ്പിക്കും? രണ്ട് ബംഗാളികളെ കൂടി വിളിക്കേണ്ടി വരും കേട്ടോ ഇത് പൊക്കാൻ വേണ്ടിട്ടില്ല. എന്തിനാ ഇതിന്റെ നൂല് താക്കാൻ? ഒന്ന് നടന്ന ഈ ഒന്ന് നടന്ന് നമ്മൾ നടന്നു നോക്കട്ടെ. ഈ ആ ഫ്രണ്ടിലേക്ക് ഇത് ഇട്ടാൽ എനിക്ക് VIP ട്രീറ്റ്മെന്റാ. ഇവര് ബാക്കിൽ പിടിച്ച് വന്നോളൂ. ഇത് മഴ പെയ്യാണ് സുഖാട്ടോ. ഏത് പോവാൻ പറ്റും. പക്ഷെ സാധനം കിടിലനാണല്ലേ? ഞാന് റിസപ്ഷന് ഇതെടുക്കും. അതെ, റിസപ്ഷന് ഇതിന്റെ വേറെ കളർ നമുക്ക് ഇതാക്കാം അല്ലെ? വേറെ കളർ. യാ, അപ്പൊ നിങ്ങൾ അത് വേറൊരു കാര്യമുണ്ട്, ഇവര് പറയട്ടെ, നിങ്ങൾ പറയട്ടോ. പക്ഷെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ നമ്മളത് സെറ്റ് ചെയ്യൂലേ? അതെ. ഓ ഇത് കിടിലൻ. നീ തലയെടുപ്പുണ്ട് അല്ലേ? നൗഷാക്ക, ഇതൊക്കെ കാണുമ്പോ നമ്മക്കൊന്നും ഇല്ലല്ലോ എന്നുണ്ട്. നിങ്ങൾ ഡിസൈൻ ചെയ്ത് തരുമ്പോ നമ്മക്കും കൂടി പറ്റിയ സാധനം അതുണ്ട്. സമയം അതല്ല ഞാൻ പറഞ്ഞ റിസപ്ഷനിലേക്കാ. അപ്പൊ സെറ്റപ്പ് ചെയ്ത് തരും. എനിക്ക് വയ്യ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് കുറച്ച് എന്റേതായ ഉള്ളിലെ അസൂയ അങ്ങനെ പുറത്തേക്ക് വരുന്നത്. എനിക്ക് പിടുത്തയില് ഏതാണ് സെറ്റായിട്ട് തോന്നിയത്? എനിക്കും കൂടെ ഡ്രസ് എടുത്തായിരുന്നു എന്റെ കല്യാണല്ലേ. എനിക്കും കൂടെ ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ ബജാജിന്റെ ഇതൊക്കെ ഉണ്ടോന്നല്ലോ. സാരി മതി എനിക്ക്. സാരി എനിക്ക് ഇതൊന്ന് കയ്യിട്ടിട്ട് ഇവളല്ലേ കല്യാണ പെണ്ണ്, ഇതൊന്ന് കയ്യിട്ടെ കഴിഞ്ഞിട്ട് പോരാ. എന്താണ് ഇവക്ക് നമ്മൾ കൺഫേം ചെയ്തില്ലേ? നിനക്ക് അത് ഇഷ്ടായോ? അല്ല ഞാൻ എനിക്ക് സാരി അല്ലടി ചെയ്ത ഒന്നിനെ തന്നെ റെഡിയാക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. അതിന്റെ കൂടെ നിനക്കുള്ള ഞാൻ പറഞ്ഞതാ. നിനക്ക് ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചതാ? അല്ല ഇതൊക്കെ ഡിസ്പ്ലേക്ക് ഉള്ളതാ? ഏയ് അതൊന്നും എടുക്കണല്ല, ഇതൊക്കെ അറിയില്ല. ഇതൊന്നും എടുക്കാനുള്ളതല്ലേ? അല്ലാ ഇല്ല, ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചല്ലേ, ഇതൊന്നും കൊടുക്കാനുള്ളതല്ലോ. കൊടുക്കാനുള്ളതാ? നോക്ക്, അല്ലല്ല ഇതേ ഇവിടെ ഇത് ഡിസ്പ്ലേക്ക് വെച്ച് ഇത് കണ്ട അതിമേലൊന്നും പ്രൈസ് ഇല്ലല്ലോ. അതാണ്
അത് സിംഗിട്ടതിന് പ്രൈസ് ഇല്ലല്ലോ. വെയിറ്റ് ഇല്ല, സുഖാണല്ലേ, ഈസിയാണ്. അയ്യോ അടിപൊളി, കൊള്ളാം. ഇവിടെ ജ്വല്ലറി സെക്ഷൻ ആട്ടോ അതിവിടെ. നോട്ടെ, സിമ്പിൾ ആയിട്ടുള്ള അല്ലേ? അല്ല, ഹെവിയാണ്. സിമ്പിൾ ആയിട്ടുള്ള കേട്ടോ. അതെ അതെ, കാരണം ഓള് കുറച്ച് സിമ്പിളാ. ഭയങ്കര സിമ്പിളായി പോയി സാധനവും. പിന്നെ വേറൊരു കാര്യം, എന്റെ വൈഫാകുമ്പോ കുറച്ച് ഹെവിയാ വേണ്ട അല്ലേ രായപ്പ? അത് ഈയൊക്കെ പറഞ്ഞു കൊടുക്കണ്ട, അത് ഞാനായിട്ട് പറയണ്ടല്ലോ. അത് റോഷന്റെ വൈഫാകുമ്പോ അത് പറയും. ഹെവി ആവണ്ടേ പറയുന്നത്? അതെ, ഞാൻ പറയാതെ തന്നെ ഓള് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? എന്തൊക്കെ ഇത് ഞങ്ങളുടെ റെന്റൽ ജ്വല്ലറി സെക്ഷനാണ്. നമുക്ക് ട്രഡീഷണൽ ആന്റിക് തൊട്ട് കോണ്ടംപററി സ്റ്റൈലുള്ള എല്ലാ ജ്വല്ലറിയും വൈഡ് കളക്ഷൻ ആണുള്ളത്. വൈഡ് കളക്ഷൻസ് ഉണ്ട്. അത് ഇൻഹൗസ് സ്റ്റൈലിസ്റ്റുകൾ ഉണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളത്. നമ്മൾ ബ്രൈഡിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മൾട്ടി കളർ ജ്വല്ലറിയാണ് നമ്മൾ ലഹങ്കയിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി. ഇതാ നമുക്ക് കാണാൻ പറ്റും, അറ്റം വരെ ഉണ്ട്. അതെ, അളവെടുക്കുന്ന ആളെ പെട്ടെന്ന് എടുക്കോ? അങ്ങനെ നമ്മള് പർച്ചേസ് കഴിഞ്ഞ ഒരു ഫുഡും കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി രാജപ്പനൊന്ന് ആക്കി കൊടുക്കണം. ഇനി ഗ്രൂമിന്റെ ഡ്രസ്സ്, ഇനി ഗ്രൂം എന്റെ ഡ്രസ്സാണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനിപ്പോ നമ്മൾ പോവാണ്. അപ്പൊ അത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മള് ലേഡീസ് പ്ലാനറ്റ് എന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏത് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ഏത് ഓർണമെന്റ്സ് വരെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അതെ, എല്ലാരും കമന്റ് ചെയ്തോളി, എന്താന്ന് നമ്മൾ നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി കല്യാണ വീഡിയോസ്, എക്സൈറ്റിംഗ് വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ അല്ലെ? പിന്നെ അഭിപ്രായങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ എല്ലാവരും വീഡിയോ കാണാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നിർദ്ദേശങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. വിലാസം പുളിയാർക്കോളം പിയ്യോ കേന്ദ്രം തിരുവനന്തപുരം. 10 വേറെ എന്തോ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗ്രൂമിന്റെ കേട്ടോ, വെയിറ്റ് ചെയ്യാം എല്ലാരും. ബൈ.